ഇത് ബിഗ് ബോസ് സീസൺ 7ലേക്ക് കോമണറായി അപ്ലൈ ചെയ്തവർക്ക് വേണ്ടി മാത്രമുള്ളൊരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ്. ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിരുന്നു ഇങ്ങനൊരു വീഡിയോ ഉണ്ടാകുമെന്ന്. ബിഗ് ബോസ് ടീം നിങ്ങളെ കോൾ ചെയ്ത് കാണും ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട്, അതായത് ഇന്നലെ തൊട്ട് കോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര പേര് കോൾ ചെയ്യും, സൂം ഇന്റർവ്യൂ എങ്ങനെയായിരിക്കും, ഇനി അടുത്ത ഘട്ടത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ആണ്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. അപ്പോൾ ഈ ആഴ്ച ഇന്റർവ്യൂ കോളുകൾ വരും എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇന്നലെ മുതൽ കുറേ പേരെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും സോഷ്യൽ മീഡിയ വൈറൽ താരങ്ങളെ ഒന്നും തന്നെ വിളിച്ചിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അതായത് കോമണർ എൻട്രിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ വൈറൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതായത് ജസ്റ്റ് ഫോളോവേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആയിട്ടുള്ളവരും, ഇൻസ്റ്റഗ്രാമിലൊക്കെ 10K ഫോളോവേഴ്സ് ഒക്കെ ഉള്ള അങ്ങനെ അപ്ലൈ ചെയ്തവരിൽ നിന്നൊക്കെ റെയർ ആയിട്ട് തന്നെ ആൾക്കാരെ എടുത്തിട്ടുള്ളൂ, മീൻസ് കോൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേർക്ക് കോളുകൾ വന്നിട്ടുണ്ട്. നാളെയും കോളുകൾ വരാൻ സാധ്യതയുണ്ട്. 3 ദിവസത്തേക്കാണ് അവർ ആ കോളുകൾ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ കോൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഇനിയും കോൾ വരാം. ലാൻഡ് ലൈൻ നമ്പറിൽ നിന്നാണ് കോൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ അത് എടുക്കുക, സ്പാം ആണെന്ന് കരുതി മിസ് ചെയ്യാതിരിക്കുക. ഇനി എന്ന് വരെ ഈ കോൾ പ്രതീക്ഷിക്കാന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം നാളെ കഴിഞ്ഞിട്ട് അങ്ങ് നിർത്തണ്ട, പകരം ഞായറാഴ്ചയും തിങ്കളാഴ്ചയും കൊണ്ടൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ സൂം ഇന്റർവ്യൂവിലൊക്കെ ആൾക്കാരെ എടുക്കുമ്പോൾ അതിലിനി ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഈ കോൾ ചെയ്തിട്ട് കിട്ടാത്തവരെയും അല്ലെങ്കിൽ അവർ വീണ്ടും ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഇട്ടിരിക്കുന്നവരെയും ഒക്കെ കോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാവർക്കും ഒരു അവസരം കൊടുക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ഒരു സീസണിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കൂടിയും അടുത്ത സീസണിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു അറിവ് കൂടി നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് കിട്ടും. ഇനി ഈ സൂം ഇന്റർവ്യൂ നടത്തിയവരുടെ അഭിപ്രായത്തിൽ അത്ര എളുപ്പമായിരുന്നില്ല ഇക്കൊല്ലം ബിഗ് ബോസിന്റെ നിലവാരം കുറച്ചുകൂടെ കൂടാനുള്ള സാധ്യത ഈ സൂം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിം ഷോ അതിൽ എങ്ങനെയാണ് ഈ നിലവാരം ഉണ്ടാക്കുക എന്നൊക്കെ ചോദിച്ചാൽ അതെനിക്കും പറയാൻ കഴിയില്ല. കാരണം ഒരുപാട് മാന്യന്മാരെയൊക്കെ ബിഗ് ബോസ് ഹൗസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ 100 ദിവസം ഒത്തൊരുമയുള്ള ആൾക്കാരെ നമ്മൾ കാണുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതല്ല ബിഗ് ബോസിന്റെ ഗെയിം എന്ന് പറയുന്നത്. സോ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നിലവാരം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം, നിങ്ങളുടെയൊക്കെ നിലപാട്. അപ്പോൾ അത് റേറ്റിംഗിൽ ബാധിക്കാത്ത തരത്തിലേ അവരെന്തായാലും ഈ നിലവാരം പുലർത്തുകയുള്ളൂ. നിലവാരം ഇൻ ദ സെൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നല്ലത് എന്നുള്ള അർത്ഥമില്ല. എത്രത്തോളം വൈറാലിറ്റി കോണ്ടന്റ് കൊണ്ടുവരുന്നു എന്ന അർത്ഥം തന്നെ വിചാരിച്ചാൽ മതി. പിന്നെ സാധാരണക്കാർ സെലിബ്രിറ്റിയോട് എങ്ങനെയാണ് പെരുമാറുന്നത്, തിരിച്ച് ഈ സെലിബ്രിറ്റികളൊക്കെ എങ്ങനെയാണ് സാധാരണക്കാരോട് പെരുമാറുന്നത്, അതൊക്കെ ഒരു ക്യൂരിയോസിറ്റി കോണ്ടന്റ് ആണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. ഒരു 4 പേരെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത പറയുന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേർക്ക് കോള് പോയിട്ടുണ്ട്. അതിൽ 2 ആണും 2 പെണ്ണും എന്നുള്ള കണക്കിൽ 4 പേരെ സെലക്ട് ചെയ്യാനുള്ള ഒരു രീതി പറയുന്നുണ്ട്. ഇൻ കേസ് ഈ ഒരു കോമണേഴ്സിന്റെ കൂട്ടത്തിൽ LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ആരെങ്കിലും നല്ല ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ അവരെയും സെലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് അല്പമൊക്കെ ഒരു ജനറൽ നോളജ് ഉണ്ടായിരിക്കണം. അതായത് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ മറുപടി പറയണം. അതിനി ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും തെറ്റിക്കോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് PSC എക്സാം ഒന്നും അല്ലല്ലോ. ഇതിൽ നിന്ന് ജയിച്ചിട്ട് നിങ്ങൾക്ക് PSC വഴി ജോലിയൊന്നും കിട്ടാനല്ലല്ലോ. സോ എന്തെങ്കിലും ഒരു മറുപടി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കറേജ് ഉണ്ടായിരിക്കണം, അത് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിലപാടുണ്ടോ എന്നുള്ളത് എന്തായാലും ചെക്ക് ചെയ്യും. അതായത് ഈ പറയുന്ന നിലപാടെന്ന് പറയുന്ന സംഭവം സ്വന്തമായിരിക്കണം, അല്ലാതെ സോഷ്യൽ മീഡിയയുടെ ഭൂരിഭാഗം നോക്കിയിട്ട് എടുക്കരുത്. ഇപ്പം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ അവർ ചോദിക്കും. അപ്പോൾ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിമിഷപ്രിയയുടെ കേസ്, യമനിൽ നിമിഷപ്രിയ നടത്തിയ ഒരു കൊലപാതകം, അതിന് വധശിക്ഷ വേണോ വേണ്ടയോ, ഇത്തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ ചോദ്യം അതുപോലെ ചോദിക്കും എന്ന് ഞാൻ പറയുന്നില്ല. പകരം ഇത്തരത്തിൽ സൊസൈറ്റിയിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടായിരിക്കണം. അല്ലാതെ ഞാനിപ്പോൾ ഈ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തായിരിക്കും എന്നെക്കുറിച്ച് വിചാരിക്കുന്നത് എന്ന് ഇവിടെ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സംസാരത്തിലെ കോൺഫിഡൻസ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം സൂം ഇന്റർവ്യൂവിൽ തന്നെ ഉറപ്പാക്കും. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കണ്ടിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത ഒരു ഇന്റർവ്യൂവിലേക്ക് നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ നേരിട്ടുള്ള ഇന്റർവ്യൂ അത് നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് പ്രസന്റേഷൻ ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന നിങ്ങളുടേതായിട്ടുള്ള സ്കില്ലുകൾ കാണിക്കാൻ പറ്റും. പാട്ടോ ഡാൻസോ കോമഡിയോ അങ്ങനെ എന്തു വേണമെങ്കിലും. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഈ ഒരു ബിഗ് ബോസ് വേദിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് തന്നെ നിങ്ങൾ ഇതിനെ കാണണം. അങ്ങനെ കാണുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് ഫൈറ്റ് ചെയ്ത് മത്സരിക്കാൻ പറ്റൂ. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, അലേർട്ടായിട്ടിരിക്കുക. അതുപോലെ തന്നെ അഡീഷണൽ ആയി എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ സെലക്ട് ആകുന്നവർ ഉറപ്പായിട്ടും കുറച്ച് നല്ല കോണ്ടന്റുകൾ ബിഗ് ബോസ് വീട്ടിൽ പോയി ചർച്ച ചെയ്യണം. നിങ്ങളായിട്ട് ഒരു ടോപ്പിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യണം. ജോലി ആയിക്കോട്ടെ, പഠനത്തെക്കുറിച്ചായിക്കോട്ടെ. നിങ്ങൾ അവിടെ ബിഗ് ബോസ് ഹൗസിൽ അത് സംസാരിക്കുന്ന സമയത്ത് പുറത്ത്, ബിഗ് ബോസ് വീടിന് പുറത്ത് ഒരുപാട് പേര് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യും. അപ്പോൾ നല്ലൊരു കോണ്ടന്റ് നിങ്ങൾ കാരണം ചർച്ച ചെയ്തു എന്ന് പറയാൻ ഇടവരണം. അല്ലാതെ ഈ പ്രണയം ടാസ്ക് ഒക്കെ എടുത്തിട്ടിട്ട് മരം ചുറ്റി നടന്ന് ചുമ്മാ സമയം കളയരുത്. അപ്പോൾ ഈ സീസണിൽ എന്തായാലും ശരി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബോയ് അല്ലെങ്കിൽ 2 ആണുങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ സീസണിൽ ഇതൊരു പരാതിയായിരുന്നു. അപ്പോൾ അത് ഈ സീസണിൽ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. നന്നായി സംസാരിക്കുക, അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. നന്നായി സംസാരിക്കുക, കയ്യാങ്കളി ഒന്നും വേണ്ട. പകരം വാ തുറന്ന് സംസാരിച്ച് ഫൈറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ കോമണർ ആണ് എന്ന് കരുതിയിട്ട് അവിടെ വരുന്ന സെലിബ്രിറ്റികളൊക്കെ നിങ്ങളെ അങ്ങോട്ട് കാണുമ്പോൾ ആഹാ കോമണർ ആണല്ലോ, വരൂ ഇരിക്കൂ, ഞാൻ കുറച്ച് സ്പേസ് തരാം എന്ന് അവിടെ ആരും പറയത്തില്ല. നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് അവിടെ ആരും ശ്രമിക്കത്തുമില്ല. നിങ്ങൾക്കൊരു റിസർവേഷൻ കാറ്റഗറിയുമില്ല. നിങ്ങളെ അവിടെ ആരും സപ്പോർട്ട് ചെയ്യാൻ വരില്ല. നിങ്ങൾ തന്നെ സംസാരിച്ച് നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ പുറത്ത് ജനങ്ങളുടെ ഒരു നല്ല സപ്പോർട്ട്, അവിടെ എന്തായാലും വേർതിരിവ് ഉണ്ടാകില്ല. ഇനി ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന, ഒരുപാട് പേര് ഇപ്പോൾ തന്നെ കോൾ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. സോ ആ അവസരം ഒരുപാട് പേർക്ക് കിട്ടേണ്ട കുറച്ച് അവസരമാണ്. നിങ്ങളിൽ 1, 2 അല്ലെങ്കിൽ 4, 5 പേർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ആ അവസരം നിങ്ങൾ കളയരുത്. ശരിക്കും എനിക്ക് കോമണർ കാറ്റഗറി ഒരു പ്രതീക്ഷയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ മുഖം നോക്കി ഫെയിം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കളിക്കുന്ന സെലിബ്രിറ്റീസിനേക്കാളൊക്കെ എത്രയോ ഭേദമായിരിക്കും കോമണർ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ആരൊക്കെ അപ്ലൈ ചെയ്തു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൽ ആർക്കൊക്കെ കോൾ വന്നു വന്നില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പരസ്പരം കമൻറ്റ് ചെയ്യാം. അതുപോലെ സൂം കോൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ സൂം കോൾ എങ്ങനെയായിരുന്നു? കാരണം ഇനി ഇതിൻ്റെ ഒരു സോർട്ട് ചെയ്തിട്ടുള്ളൊരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. സൂം കോളിൽ എത്ര പേരെ സെലക്ട് ചെയ്തു എന്നൊക്കെ ഉള്ളത്. അതൊക്കെ ഇനി ഈ ഒരു 2 ആഴ്ചക്കകത്തൊക്കെ അറിയത്തേ ഉള്ളൂ. സെലിബ്രിറ്റീസിൻ്റെ പോലും ലിസ്റ്റ് കൺഫേം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സമാധാനമായിട്ട്, നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് കാത്തിരിക്കുക. അതുപോലെ നിങ്ങളുടെ കമൻസിൽ, എസ്പെഷ്യലി നിങ്ങൾ ഈ കോമണറായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളവരൊക്കെ കമൻസിൽ വന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ളൊരു ഇടമാക്കി കൂടെ ഞാൻ ഈ കമൻറ്റ് ബോക്സ് വെക്കുകയാണ്. നിങ്ങൾ അതൊക്കെ ചെയ്യുക. സീരിയൽ ഗ്രാൻഡ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും സപ്പോർട്ടുകളും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയെ പരിചയപ്പെടുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ബിഗ് ബോസ് വിശേഷങ്ങളും TV സീരിയൽ വാർത്തകളും സോഷ്യൽ മീഡിയ ട്രെൻഡുകളുമായി സീരിയൽ ഗ്രാൻഡ്മ കൂടെ ഉണ്ടാകും.